നമസ്കാരം. തദ്ദേശികം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. കോഴിക്കോട് നഗരത്തിലെത്തുന്ന വനിതകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോർപ്പറേഷൻ നിർമ്മിച്ച ഷീ ലോഡ്ജിന്റെ പ്രവേശനോത്സവം നടന്നു. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള ഷീ ലോഡ്ജ് കെട്ടിടത്തിൽ ഡോർമെറ്ററി മുതൽ AC ഡീലക്സ് ഡബിൾ ബെഡ് വരെയുള്ള സൗകര്യങ്ങൾ ഒരു ദിവസത്തിന് 100 രൂപ മുതൽ 2250 രൂപ വരെയുള്ള വിവിധ നിരക്കുകളിലാണ് ഒരുക്കിയിട്ടുള്ളത്. താമസത്തിനെത്തുന്നവർക്ക് മിതമായ നിരക്ക് ഈടാക്കി ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ജോലിക്കാരായ വനിതകൾക്ക് സൗകര്യപ്രദമായ താമസത്തിനായി നിർമ്മിച്ച മാങ്കാവിലെ ഹൈമവതി തായാട്ട് സ്മാരക വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൻ്റെയും പ്രവേശനോത്സവം നടന്നു. ഹോസ്റ്റലിൽ 2 പേർക്ക് വീതം താമസിക്കാൻ കഴിയുന്ന ബെഡ്റൂമുകളും 4 പേർക്ക് താമസിക്കാൻ കഴിയുന്ന ബെഡ്റൂമുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. താമസത്തോടൊപ്പം ഭക്ഷണവും ഹോസ്റ്റലിൽ ലഭ്യമാക്കും. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും സീൽഡ് കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഷീ വേൾഡ്, സാഫല്യം അയൽക്കൂട്ടം എന്നിവയ്ക്കാണ് യഥാക്രമം ഷീ ലോഡ്ജിൻ്റെയും വനിതാ ഹോസ്റ്റലിൻ്റെയും നടത്തിപ്പ് ചുമതല നൽകിയത്. ജൽജീവൻ മിഷനിലൂടെ 2 വർഷം കൊണ്ട് 18 ലക്ഷം പുതിയ കുടിവെള്ള കണക്ഷൻ നൽകി മന്ത്രി റോഷി അഗസ്റ്റിൻ. കോഴിക്കോട് ജില്ലയിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷമം പരിഹരിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡ് മുറിക്കുമ്പോൾ അത് പുനർനിർമ്മിക്കാനുള്ള തുകയും നൽകും. തൃശൂർ ജില്ലയിലെ കടപ്പുറം പഞ്ചായത്തിൽ സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിക്ക് ആവശ്യമായ കുടിവെള്ള ടാങ്കിൻ്റെയും അനുബന്ധ പ്രവൃത്തികളുടെയും നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. 10 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയാണ് ടാങ്കിനുള്ളത്. 2 വർഷത്തിനുള്ളിൽ ഗ്രാമീണ മേഖലയിൽ മുഴുവൻ കുടിവെള്ളം ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PS സുമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പ്രതിദിനം 100 ലിറ്റർ വീതം ജലം വിതരണം ചെയ്ത് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് ലക്ഷ്യം. തൃശൂർ ജില്ലയിലെ ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വെറ്റിനറി ലാബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചു. ക്ഷീര കർഷകർക്ക് ആശ്വാസമാകുന്ന ലാബോറട്ടറിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത ഉറപ്പിച്ച് മികവോടെയാണ് പഞ്ചായത്തിൻ്റെ പ്രവർത്തനമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷനായി. സ്വയം തൊഴിൽ പദ്ധതിയുമായി തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭത്തിനായുള്ള തയ്യൽ മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. 46 വനിതകൾക്കാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാനായി തയ്യൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും സബ്സിഡിയിലൂടെ ലഭ്യമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 29 പേർക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. ഹരിത സ്ഥാപന പ്രഖ്യാപനം നടത്തി എറണാകുളം ജില്ലയിലെ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത്. നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ഹരിത പെരുമാറ്റച്ചട്ട പാലനം ഉറപ്പാക്കിയ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഓഫീസുകൾ ഹരിത സ്ഥാപന പദവി കരസ്ഥമാക്കി. ഹരിത കേരളം മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ പരിശോധനാ ഫോറം അടിസ്ഥാനമാക്കിയാണ് പഞ്ചായത്തിന് ഹരിത സ്ഥാപന പദവി നൽകിയത്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ്ജ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ നടത്തിയ കാര്യക്ഷമവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഗ്രേഡിംഗ് നടത്തിയത്. അതിൽ A+, A ഗ്രേഡ് എന്നിവ നേടിയ സ്ഥാപനങ്ങളെ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ സാക്ഷ്യപത്രം കൈമാറി. തൃശൂർ ജില്ലയിലെ പുല്ലൂർ, പൊതുമ്പുചിറ, ചിറയവരം ടേക്ക് എ ബ്രേക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം 100 ദിന പരിപാടിയിൽ 100ാമത്തെ പരിപാടിയാണ് ഇത്. പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ദീർഘദൂര യാത്രക്കിടയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും വിശ്രമിക്കാനുള്ള കേന്ദ്രമാണ് ടേക്ക് എ ബ്രേക്ക്. നെടുമങ്ങാട് നഗരസഭയുടെ പെണ്ണിടവും ഓൺലൈൻ ജനസേവന കേന്ദ്രവും തുറന്നു. നഗരസഭ സ്ത്രീകൾക്കായി ഒരുക്കിയ ഒരുമിക്കാം ഉല്ലസിക്കാം പെണ്ണിടം കേന്ദ്രത്തിൻ്റെയും വിരൽത്തുമ്പിൽ ഓൺലൈൻ ജനസേവന കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം ഹരിത കേരള മിഷൻ ചെയർപേഴ്സൺ TN സീമ നിർവഹിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാൾ കെട്ടിടത്തിലാണ് പെണ്ണിടം തുറന്നത്.
സ്ത്രീകളുടെ സുരക്ഷ, ജെൻഡർ റിസോഴ്സ് സെന്റർ, ജാഗ്രതാ സമിതി, നിയമപരിരക്ഷ, കൗൺസിലിംഗ് സംവിധാനം, ലൈബ്രറി, മുലയൂട്ടൽ കേന്ദ്രം എന്നിവ ഉൾപ്പെടുത്തിയാണ് പെണ്ണിടം ഒരുക്കിയിരിക്കുന്നത്. നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ ആവോലിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഓപ്പൺ ജിം തുറന്നു. ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ പരിപാലനത്തിനായി ഓപ്പൺ ജിമ്മുകളും അനുബന്ധ സൗകര്യങ്ങളും കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആവോലി ഡിവിഷൻ മെമ്പറുമായ ഉല്ലാസ് തോമസ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത്. ഗുണനിലവാരമുള്ള 10 ഉപകരണങ്ങളാണ് ഓപ്പൺ ജിമ്മിൽ ഉള്ളത്. വയോജന സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താകുന്നതിൻ്റെ ഭാഗമായി ജനപ്രതിനിധികൾക്ക് ക്ലാസുകൾ നൽകി എറണാകുളം ജില്ലയിലെ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത്. മുതിർന്ന പൗരന്മാർക്കുള്ള സേവനങ്ങളെ സംബന്ധിച്ച് നടത്തിയ ക്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വയോമിത്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ക്യാമ്പയിൻ നടത്തുന്നത്. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അവർക്ക് നൽകുന്ന സേവനങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് അധ്യക്ഷത വഹിച്ചു. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗാന അനൂപ്, സെക്രട്ടറി പ്രതീക്ഷ എന്നിവർ സംസാരിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ബയോ കമ്പോസ്റ്റ് ബിൻ വിതരണ പദ്ധതിയുമായി എറണാകുളം ജില്ലയിലെ മണീട് പഞ്ചായത്ത്. വീടുകളിൽ ജൈവമാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മണീട് ഗ്രാമപഞ്ചായത്തിൽ ബയോ കമ്പോസ്റ്റ് ബിൻ വിതരണം ചെയ്തു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 5, 6, 10, 11 വാർഡുകളിലെ ഗുണഭോക്താക്കൾക്കായി 500 ബിന്നുകളാണ് വിതരണം ചെയ്യുന്നത്. മറ്റു വാർഡിലുള്ളവർക്ക് പിന്നീട് വിതരണം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ വെള്ളപ്പാലം കണ്ടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു നിർവഹിച്ചു. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത്. കുടിവെള്ള പദ്ധതിയിലൂടെ 53 കുടുംബങ്ങൾക്കാണ് ജലലഭ്യത ഉറപ്പായത്. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി സ്കൂളുകളിൽ ശുചിത്വവും ശുചിത്വ സാക്ഷരതയും നടപ്പാക്കുന്നതിന് തുടക്കമായി. കുട്ടികൾക്ക് മാലിന്യമെന്തെന്നും മാലിന്യം എങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിക്കാമെന്നും പഠിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിനായി ഓരോ ക്ലാസ്സിലും ശുചിത്വ അംബാസഡർമാരും സ്കൂളിൽ ശുചിത്വ ചുമതലയുള്ള അധ്യാപകരും ഉണ്ടാകും. കൈപ്പുസ്തകവും നൽകും. മാലിന്യ സംസ്കരണ ഉപാധികൾ നിർമ്മിച്ച് ഉപയോഗ രീതിയും പരിചയപ്പെടുത്തും. ഇതിൻ്റെ ഭാഗമായി നാദാപുരം ഗവൺമെൻറ് UP സ്കൂളിൽ നിർമ്മിച്ച എയറോബിക് കമ്പോസ്റ്റിംഗ് പഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. 1000 കിലോ ജൈവ മാലിന്യം കമ്പോസ്റ്റാക്കി മാറ്റുന്ന 2 യൂണിറ്റുകളാണ് സ്കൂളിൽ 5 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ നവീകരിച്ച പെട്ടിക്കട വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. ഉജ്ജീവനം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ അനുവദിച്ച തുക വിനിയോഗിച്ചാണ് പെട്ടിക്കട നവീകരിച്ചത്. കൂടാതെ ഒരാൾക്ക് തയ്യൽ മെഷീൻ വാങ്ങുന്നതിന് 25,000 രൂപയും കോഴിക്കോട് നിർമ്മാണത്തിന് 30,000 രൂപയും പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ഹിദായത്തുള്ള അധ്യക്ഷനായി. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകയായി കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ ഗ്രാമപഞ്ചായത്ത്. കോഴിക്കോട് ജില്ലയിലെ വടകര ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് അഴിയൂർ ഗ്രാമപഞ്ചായത്ത്. വടക്ക് പുതുശ്ശേരി സംസ്ഥാനത്തിൽപ്പെട്ട മയ്യഴിയും മയ്യഴിപ്പുഴയും, തെക്ക് ഒഞ്ചിയം ഏറാമല ഗ്രാമപഞ്ചായത്തുകളും, പടിഞ്ഞാറ് അറബിക്കടലും, കിഴക്ക് മയ്യഴിപ്പുഴയും അതിരുകളായ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഒരു തീരദേശ പഞ്ചായത്താണ്. സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യ രംഗത്ത് കൈവരിച്ചിട്ടുള്ളത്. പ്രകൃതിക്ക് വിനാശമുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് 23 അംഗ ഹരിത കർമ്മസേനയാണ്. 2011 മുതൽ ഹരിത കർമ്മസേന അഴിയൂർ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നു. അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച് വേർതിരിച്ച് പൊടിച്ച് ക്ലീൻ കേരള കമ്പനിക്കും ഗ്രീൻ വേംസ് എന്ന കമ്പനിക്കും കൈമാറി വരുന്നു. പൊടിച്ച പ്ലാസ്റ്റിക്കുകൾ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ച് വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ പൊടിച്ച് നൽകി അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്.
ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 2021-22 സാമ്പത്തിക വർഷത്തിൽ നവകേരള പുരസ്കാരം പഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ളത്. പ്ലാസ്റ്റിക് മാത്രമല്ല, വസ്ത്രങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ വേസ്റ്റ്, തുകൽ സഞ്ചികൾ, കുപ്പിച്ചില്ലുകൾ ഇതെല്ലാം തന്നെ ശേഖരിച്ച് കയറ്റി അയക്കുന്നത് കൊണ്ട് പഞ്ചായത്തിൽ ഒരു പരിധിവരെ പരിസര ശുചീകരണം കൈവരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഒരു MCFും പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വിവിധ ഭാഗങ്ങളിലായി 33 ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അഴിയൂർ ഗ്രാമപഞ്ചായത്ത് MCFിൽ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് മെഷീൻ, ബെയിലിംഗ് മെഷീൻ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഹരിത കർമ്മസേന വാർഡുകളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിദേശികളുടെ സഹായത്തോടുകൂടി അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ തീരദേശങ്ങളിൽ നിന്നും നീർത്തടങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് കയറ്റി അയച്ചിട്ടുണ്ട്. കൂടാതെ കടലിൽ നിന്നും പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്ന പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. സമ്പൂർണ്ണ ശുചിത്വ യജ്ഞത്തിൻ്റെ ഭാഗമായി തീരദേശ ശുചിത്വ റിലേ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയ തീരത്തണൽ പദ്ധതി പ്രകാരം തീരദേശത്തുള്ള 7 വാർഡുകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന പ്രവൃത്തിയും നടത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്ന വിപണനമേള സംഘടിപ്പിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ ശുചിത്വ പദവി നേടുന്നതിൻ്റെ ഭാഗമായി ശുചിത്വ സായാഹ്ന പരിപാടി, അഴിയൂരിലെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി തോട് സഭകൾ, സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി മാഹി റെയിൽവേ സ്റ്റേഷനു സമീപം ശുചിത്വ ദീപം തെളിയിക്കൽ എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു. കൂടാതെ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കുന്നതിൻ്റെ ഭാഗമായി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും നൽകിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിലൂടെ വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് അഴിയൂരിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ കോഴി മാലിന്യ സംസ്കരണ പദ്ധതി. കൂടാതെ മുടിമാലിന്യ സംസ്കരണ പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട്. വീടുകളിലെ ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വീടുകളിൽ ജൈവമാലിന്യ പരിപാലന യൂണിറ്റ് പദ്ധതി പ്രകാരം റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം നടത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോക്ക് പിറ്റുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. മാലിന്യരംഗത്തെ മികവാർന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് 2021-22 വർഷത്തെ നവകേരള പുരസ്കാരം പഞ്ചായത്തിനെ തേടി വന്നത്. കൂടാതെ മറ്റനവധി പുരസ്കാരങ്ങളും ശുചിത്വ മേഖലയിലെ പ്രവർത്തനത്തിന് ലഭിച്ചിട്ടുണ്ട്. മാലിന്യരംഗത്ത് ഇനിയും കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നതാണ് പഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെയും ലക്ഷ്യം. വയനാട് ജില്ലയിലെ ഇടവക ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. കേരള സംസ്ഥാനത്തിൽ ഹരിതചാരുത നിറഞ്ഞ വയനാട്. ഇവിടെ വടക്കേ വയനാട്ടിൽ കാർഷിക സംസ്കൃതി നെഞ്ചേറ്റിയ ഇടവക ഗ്രാമപഞ്ചായത്ത് ദീർഘവീക്ഷണത്തോടെ സർഗാത്മക പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നു. ഒരു നാടിൻ്റെ വശ്യത അവിടെയുള്ള ജനങ്ങളുടെ ശുചിത്വബോധമാണ്. ഈ തിരിച്ചറിവിൽ നിന്നും ഇടവക ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വച്ച ആശയമാണ് ക്ലീൻ ഗ്രീൻ ഇടവക. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഖരദ്രവ മാലിന്യ സംസ്കരണം ഏറെ സങ്കീർണവുമാണ്. ഈ വെല്ലുവിളി ഇടവക ഗ്രാമപഞ്ചായത്ത് പ്രഥമ പരിഗണന നൽകി ഏറ്റെടുക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ, വാർഡ് വികസന സമിതി, NSS യൂണിറ്റ് എന്നിവയുടെ സഹായത്താൽ സർവേ, പുഴനടത്തം എന്നീ പ്രവർത്തനങ്ങൾ നടന്നു. മാലിന്യ സ്രോതസ്സുകൾ തിരിച്ചറിഞ്ഞു. പ്രശ്ന വിശകലനത്തിനു ശേഷം പരിഹാരമാർഗത്തിനുള്ള പ്രൊജക്റ്റുകൾ രൂപീകരിച്ചു. അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്നതിനായി 19 വാർഡുകളിലായി 2 പേർ വീതം 38 ഹരിതകർമ്മസേന പ്രവർത്തകരെ നിയോഗിച്ചു. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാൻ കെൽട്രോണിന്റെ സഹായത്തോടെ സാങ്കേതിക വിദ്യയായ സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം അവതരിപ്പിച്ചു. ഈ പ്രവർത്തനത്തിൽ കോളേജ് NSS വാളണ്ടിയർമാരുടെ സേവനം സാധ്യമാക്കി. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഓരോ വീടുകളെയും ജൈവ മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ പരിശീലിപ്പിച്ചു. 5 സെന്റിൽ കുറവ് സ്ഥലമുള്ള വീടുകൾക്ക് പോർട്ടബിൾ ബയോബിൻ, തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾക്ക് തുമ്പോർമൊഴി സംസ്കരണ യൂണിറ്റ് എന്നിവ നൽകി. അജൈവ മാലിന്യങ്ങളെ ശേഖരിക്കുന്നതിനായി ഓരോ വാർഡിലും 2 വീതം മിനി MCFകൾ സ്ഥാപിച്ചു. തുടർന്ന് പ്രധാന MCF സെന്ററിൽ വെച്ച് ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ പാഴ്വസ്തുക്കൾ തരംതിരിക്കുന്നു. വാളേരി പൊതു MCFൽ വിശ്രമമുറിയും ശുചിമുറിയും ഇവർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. പുഴനടത്തം പ്രവർത്തനത്തിൽ
പുഴയെ മലിനീകരിക്കുന്ന സ്രോതസ്സുകളിൽ ജലപരിശോധന നടത്തിയ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ 2021-22 വർഷത്തെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 100 കണക്കിന് സോപ്പ് പിറ്റുകൾ നിർമ്മിച്ച് മാലിന്യ ഒഴുക്ക് തടഞ്ഞു. വീടുകളിൽ നിന്നുള്ള മാലിന്യം പൊതു ഇടങ്ങളിലേക്ക് ഒഴുകുന്നത് തടയാനും സോപ്പ് പിറ്റുകൾ നിർമ്മിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഓരോ വാർഡിലും ജനപങ്കാളിത്തത്തോടെ നടന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശുചിത്വ ബോധത്തെ ഒരു ശീലമാക്കുന്നതിന് സഹായിക്കും. ചെറുപ്പത്തിലെ ഈ പൊതുബോധം രൂപപ്പെടണം. അതിനുവേണ്ടി കുട്ടികൾക്ക് ക്ലാസുകൾ, പ്രതിജ്ഞകൾ, പോസ്റ്റർ പ്രദർശനങ്ങൾ എന്നിവ നടത്തി. വിവര വിദ്യാഭ്യാസ വിനിമയ പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ അനിമേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. വലിച്ചെറിയരുത്, കത്തിക്കരുത് എന്ന സന്ദേശവുമേന്തി ദേശീയ മാരത്തൺ ചാമ്പ്യൻ ശ്രീ തോമസ് പള്ളിത്താഴത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ബോധവൽക്കരണ മാരത്തൺ നടത്തിയത് ഏറെ ശ്രദ്ധേയമായി. പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന ആശയത്തിൽ സഞ്ചിക്കായി ഒരു സാരി തരൂ എന്ന ക്യാമ്പയിനിലൂടെ 1000-ലധികം സാരികൾ വീടുകളിൽ നിന്നും ശേഖരിച്ച് അവ കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന സഞ്ചികളാക്കി വിതരണം ചെയ്തതും വലിയ നേട്ടമാണ്. എടവക ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച പാഴ്വസ്തു നിർമ്മിതി പ്രദർശനവും ജനശ്രദ്ധ നേടി. മാലിന്യങ്ങൾ വലിച്ചെറിയുക, പ്ലാസ്റ്റിക് കത്തിക്കുക എന്നിങ്ങനെയുള്ള ജനദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പിഴ ഈടാക്കുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളെ തടയാൻ സഹായിക്കുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടുകൂടി എടവക ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ മാലിന്യ ശുചിത്വ മേഖലയിലെ പ്രവർത്തനങ്ങൾ അത് നല്ല വിജയം കണ്ടിട്ടുണ്ട്. ഇത് തുടർന്നു പോകേണ്ടതാണ്. ഭാവിയിലും ജനങ്ങൾ ഇത് ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ കേരള സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി അവാർഡിൽ തൃശ്ശൂർ ജില്ലാ തലത്തിൽ 2ാം സ്ഥാനം കൈവരിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്? നമ്മുടെ പഞ്ചായത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സ്വയം തൊഴിൽ ഓരോ കുടുംബങ്ങളിലേക്കും വരുമാനം സ്ഥിരമായിട്ട് ലഭിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. അത് സംരംഭക വർഷത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ SVG പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടും നമ്മൾ നടത്തി വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് മൃഗസംരക്ഷണം, ഇപ്പോൾ പശു വളർത്തൽ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ അവർക്കൊരു സ്ഥിരമായിട്ട് വരുമാനം എത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതി കൂടാതെ തന്നെ വീട് മെയിൻ്റനൻസ് അങ്ങനെയുള്ള പദ്ധതികളും നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ 59 അതിദാരിദ്ര്യ കുടുംബങ്ങളാണുള്ളത്, ഏറ്റവും ബിലോ പവർ. അപ്പോൾ നമ്മൾ അവർക്ക് 59 ആളുകൾക്കും പ്രാഥമിക രേഖകളെല്ലാം കൊടുത്തു. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരു രേഖകളും ഇല്ല, ആധാർ കാർഡോ റേഷൻ കാർഡോ അങ്ങനെ ഒന്നുമില്ല. അതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി 1ാം തലമുറ പ്രശ്നം പരിഹരിച്ചു. അതായത് റേഷൻ കാർഡ് കൊടുത്തത് വഴി അവർക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിലേക്ക് എത്തി. അതിലൊരു പകുതിയോളം ആളുകൾക്ക് ഭക്ഷണം കിട്ടിയാലും പാചകം ചെയ്ത് കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ജനകീയ ഹോട്ടൽ വഴി എല്ലാ മാസവും പാചകം ചെയ്ത ഭക്ഷണം വോളണ്ടിയേഴ്സ് മുഖാന്തരം നമുക്ക് തിരഞ്ഞെടുത്ത അതിദാരിദ്ര്യരുള്ള വാർഡുകളിൽ നിന്നും 2 പേരെ വെച്ചിട്ട് നമ്മൾ വോളണ്ടിയേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്തു. അവർക്ക് ID കാർഡ് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അവർ ID കാർഡുമായി പോയി ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിലേക്ക് എത്തി. പിന്നെ അതുകൂടാതെ 29 അതിദാരിദ്ര്യർക്ക് നമ്മുടെ പഞ്ചായത്തിലെ 7 വിദ്യാലയങ്ങൾ എല്ലാ മാസവും ഫുഡ് കിറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു സന്നദ്ധ പ്രവർത്തനം എന്ന രീതിയിൽ പഞ്ചായത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പഞ്ചായത്തിനോട് ചേർന്ന് നിന്ന് അവർ ആ പ്രവർത്തനം വളരെ മാതൃകാപരമായി ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വ്യാപാരികൾ, ഇപ്പോൾ ഹോം എക്സ്പ്രസ് എന്ന് പറയുന്നൊരു സ്ഥാപനം, അവരും ഈ പറഞ്ഞ പോലെ 20 കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് എല്ലാ മാസവും എത്തിക്കുന്ന രീതിയിലേക്ക് അവരും ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവർക്ക് രേഖകളൊന്നും ഇല്ലാത്ത കാരണം ഇതിൽ 70-72 വയസ്സും പ്രായമുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് രേഖകളുണ്ടായില്ല. അങ്ങനെ നമുക്ക് അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്നും നല്ല രീതിയിൽ നമുക്ക് അവരെ മുക്തി നേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് മിഷനിൽ പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് വീട് കൊടുക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയത്? ഇപ്പം നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു കാർഷിക പഞ്ചായത്താണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നമുക്കിവിടെ 18 പാടശേഖരങ്ങളാണുള്ളത്. എനിക്ക് തോന്നുന്ന ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാടശേഖരങ്ങളുള്ളൊരു പഞ്ചായത്താണ്. അപ്പോൾ നമ്മൾ 1 കോടി രൂപ ആണ് മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ മാത്രം വിഹിതമായിട്ട് നമ്മൾ 1 കോടി രൂപയാണ് ഓരോ വർഷവും കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. പിന്നെ ജില്ലാ ബ്ലോക്ക് മറ്റ് ഫണ്ടുകളൊക്കെ കൂടി 2 കോടി രൂപയാണ് നമുക്ക് മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ ആവുന്ന കാർഷിക മേഖലയിൽ എക്സ്പെൻഡിച്ചർ അതും 100% കൈവരിക്കുന്ന ഒരു പഞ്ചായത്താണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എയിംസ് പോർട്ടൽ നമുക്ക് ഓൺലൈനിൽ നമുക്ക് കിട്ടുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഓരോ സബ്സിഡികൾ പരിചയപ്പെടുത്തുന്ന എയിംസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പോർട്ടലുണ്ട്. അതിൽ നമ്മൾ ആ പോർട്ടൽ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ കർഷകരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലാണ്. 10,000 പേരുണ്ട് അതിനകത്ത്. അപ്പോൾ 10,000 പേർക്കും ഏകദേശം ഒരു 6,000 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് അതുവഴി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഒരു സാക്ഷരത നമ്മുടെ കർഷകരിലേക്ക് നല്ലോണം എത്തിയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും അധികം ആളുകൾക്ക് ആ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയത്. പിന്നെ നമുക്ക് ഒരു നൂതനമായിട്ടുള്ളൊരു പദ്ധതി നമ്മൾ കഴിഞ്ഞ തവണ നടപ്പിലാക്കി. നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള അരി, മറ്റത്തൂർ മട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു അരി, അത് നമ്മൾ കർഷകരിൽ നിന്നും നേരിട്ട് നെല്ല് പഞ്ചായത്ത് ശേഖരിക്കും. അവർക്കുള്ള പണം എന്ന് പറയുന്നത് സപ്ലൈകോ വഴിയല്ല, പഞ്ചായത്ത് നേരിട്ട് അവർക്ക് കിലോയ്ക്ക് 28 രൂപ എന്നുള്ളത് പഞ്ചായത്ത് നേരിട്ട് പണം കൊടുക്കും. അത് ഒട്ടും ലാഗിങ് വരാതെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല അതിനുള്ള വിത്ത്, വളം, മറ്റ് കൂലിച്ചെലവ് ഇതെല്ലാം പഞ്ചായത്ത് കൊടുക്കുന്നു. എന്നിട്ട് അവരിൽ നിന്നും നെല്ല് നമ്മൾ ശേഖരിക്കുന്നു. എന്നിട്ട് നെല്ലിനെ നമ്മൾ അരിയാക്കി മറ്റത്തൂർ മട്ട എന്നൊരു ബ്രാൻഡിലാണ് നമ്മൾ ഇറക്കുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ വർഷത്തിൽ നമ്മൾ ഇറക്കി നല്ല രീതിയിൽ അത് വിജയം കൈവരിച്ചു. ഇപ്പോൾ 2ാം തവണ 900 കിലോ നെല്ല് ഇപ്പോൾ അരി ശേഖരിച്ചത് അതിൻ്റെ ഇരട്ടിയാണ്. അത് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ പകുതിയാണ്. ഇപ്പോൾ 900 കിലോ അരി ഇവിടെ പാക്കിങ്ങിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അത് മാർക്കറ്റിലേക്ക് ഇറങ്ങും. നമ്മളിപ്രാവശ്യം കുറച്ചും കൂടി വിപുലീകരിച്ച് അതിൻ്റെ ബൈ പ്രൊഡക്ട്സ്, തവിട്, പിന്നെ അതുപോലെ തന്നെ പൊടിയരി, അങ്ങനെ ബൈ പ്രൊഡക്റ്റും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങും കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റത്തൂർ മട്ട അങ്ങനെ ഒരു നല്ലൊരു ബ്രാൻഡായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അതാണ് കാർഷിക മേഖലയിൽ. പിന്നെ നമുക്ക് ജലസേചനത്തിന് വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ, പിന്നെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ പ്രാധാന്യം കിട്ടുന്നത് ഇവിടുത്തെ വലിയ തോടാണ്. കാരണം നമുക്ക് ജലസേചനം വളരെ പ്രധാനമാണ്. അപ്പോൾ 18 കിലോമീറ്ററാണ് ഈ വലിയ തോടിൻ്റെ നീളം എന്ന് പറയുന്നത്. നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു ജീവനാഡിയാണത്. അത് ഒരുപാട് വർഷങ്ങളായിട്ട് മാലിന്യം നിറഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ വലിയ തോട്. ഇതുവരെ അതൊരു പുനരുദ്ധാരണം എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ തവണ 50 ലക്ഷം രൂപ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഫണ്ട് മാറ്റി വയ്ക്കുകയും 13 കിലോമീറ്റർ 18-ൽ 13 കിലോമീറ്ററും നമ്മൾ വലിയ വീതിയൊക്കെ കൂട്ടി വൃത്തിയാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വലിയ മഴയൊക്കെ വരുമ്പോൾ ഈ വലിയ തോട് ചെളിയും പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് അത് ഓവർഫ്ലോ ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ഓവർഫ്ലോ വരുമ്പോൾ കൃഷിക്ക് നാശം വരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർക്ക് മാറ്റിക്കൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മറികടന്നുകൊണ്ട് 2 പൂവൊക്കെ കൃഷി ചെയ്തെടുത്ത് 3 പൂവൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ മറ്റൊരു കാർഷിക മേഖലയിൽ ഏറ്റവും പ്രധാനം വഹിക്കുന്നതാണ് വാഴ കൃഷി എന്ന് പറയുന്നത്. ഒരുപാട് വാഴ കർഷകർ ഇവിടെ ഉള്ളതാണ്. നമ്മൾ കഴിഞ്ഞ തവണ സാമ്പത്തിക വർഷത്തിൽ എല്ലാ വാഴ കർഷകർക്കും ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപയാണ് വാഴ കർഷകർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചത്. അവർക്ക് കൂലിച്ചെലവും അതിൻ്റെ വളവും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വലിയ തോടും വൃത്തിയാക്കി, കൂടാതെ ഇവർക്കുള്ള ഈ ഒരു പദ്ധതി കൂടി വെച്ചതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഓണത്തിന്, അതായത് 2023 ഓണക്കാലത്ത് 10 ദിവസം കൊണ്ട് 1 കോടി രൂപയുടെ കച്ചവടമാണ് മറ്റത്തൂരിലെ ഒരു VFPCKയിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായതും ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ വന്നതാണ് ആ വാർത്ത. 10 ദിവസം കൊണ്ട് 1 കോടി അവർക്ക് വിറ്റുവരവുണ്ടായിരുന്നു. അത്രയധികം വാഴ കർഷകരിലുണ്ട്. അതുപോലെ തന്നെ 30 ലക്ഷം രൂപ വരെ
വാർഷിക വരുമാനം നേടുന്ന വാഴ കർഷകർ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ നമ്മുടെ പദ്ധതിയും അതുപോലെ തന്നെ ഈ വലിയ തോട് വൃത്തിയാക്കിയതൊക്കെ ഒരു വലിയ ഒരു ഗുണപരമായിട്ടുള്ളൊരു സാഹചര്യം കർഷകർക്ക് നൽകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ പച്ചക്കറിയുടെ കൃഷി രംഗത്തും വനിതകൾക്ക് വേണ്ടിയിട്ട്, വനിതാ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് 6 ലക്ഷത്തോളം രൂപയാണ് പച്ചക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് മട്ടുപ്പാവ് ആയിക്കോട്ടെ, ഡ്രസ്സിലായിക്കോട്ടെ, അങ്ങനെ അവർക്ക് താല്പര്യമുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ നമ്മൾ തൈ കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ കൂലി ചെലവും, അവർ ചെയ്യുന്ന കൂലിക്ക് വരെ ചെലവ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. നമുക്ക് കുടുംബശ്രീയുടെയൊക്കെ വിപണന മേളയൊക്കെ വരുമ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള ഒരു വലിയ നേട്ടം എന്ന് പറയാനായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നത്. നമ്മുടെ പെർ ഹെക്ടർ വരുമാനം നമുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മെഷീനറികൾ നമ്മൾ മെക്കാനിക്കൽ ഒരു സപ്പോർട്ട് കൂടി പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചിട്ടുള്ള കാർഷിക ഉപകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ കർമ്മസേന അംഗങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാർഷിക രംഗത്ത് നമുക്ക് ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും അവരുടെ സംരക്ഷണത്തിനും എന്തെല്ലാം കാര്യങ്ങളാണ് പഞ്ചായത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായിട്ട് നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ളതാണ് കുറച്ചും കൂടി നമുക്ക് എടുത്തു പറയേണ്ടത്. അതായത് ഇപ്പോൾ സ്ത്രീകൾ വീടുകളിൽ അനുഭവിക്കുന്ന ഗാർഹികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ തവണ പഞ്ചായത്ത് 2022 ഒരു പുതിയൊരു പദ്ധതി രൂപീകരിച്ചിട്ടുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ CWF എന്ന് പറയും, അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ നിയമിച്ചുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും ഫോൺ കോളിലൂടെ അറിയിക്കാനും അവർക്ക് അതിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയിലേക്ക് വിളിച്ചുകൊണ്ട് അവിടെ വക്കീലിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടി ₹1 ചിലവില്ലാതെ നിയമപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുള്ളൊരു സംവിധാനം നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കാരണം നമ്മൾ ആദ്യം തുടങ്ങിയത് ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ കുറച്ച് ഗ്രാമപഞ്ചായത്തുകളാണ് അങ്ങനെ ഒരു പദ്ധതി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ 3 ഗ്രാമപഞ്ചായത്തുകളെ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. അതിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയൊക്കെ പ്രത്യേക പ്രശംസയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ലിംഗ പദവി പഠനമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ 15 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 15,000 ആണ്. 15നും 60നും ഈ 15,000 സ്ത്രീകളെയും വീട്ടിൽ ചെന്നിട്ട് സർവേ നടത്തണം. അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവർ ജോലിക്ക് പോകുന്നുണ്ടോ, പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം, ഗാർഹികം കുടുംബപരമായ പ്രശ്നമാണോ, അല്ലെങ്കിൽ ജോലി ലഭിക്കാത്തതാണോ, അതോ താല്പര്യമില്ലാത്തതാണോ, അങ്ങനെ നിരവധി ക്വസ്റ്റ്യനെയറുകൾ അടങ്ങിയിട്ടുള്ള ഒരു സർവേ ആയിരുന്നു. അത് തീർത്തും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലാണ്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും അതിന് ഉത്തരം നൽകണമെന്നില്ല. നമ്മൾ ഡയറക്റ്റ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരം നൽകണമെന്നില്ല. പിന്നെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങി നടക്കുമ്പോൾ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് സർവേയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വരുന്ന ഏകദേശം 39-40% ആളുകൾ വിളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, സ്ത്രീകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പരിഹാരം കാണണമെന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റഡി തന്നെ നമ്മുടെ പഞ്ചായത്ത് നടത്തി. നമുക്ക് കിട്ടിയത് ഈ സർവേയുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ അവർ കാണിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ 60% സ്ത്രീകൾക്കും വിളർച്ചയുണ്ട്. 60% ആണ് നമ്മുടെ നാഷണൽ ലെവലിലുള്ള അനീമിക്കായിട്ടുള്ള സ്ത്രീകളുടെ ഒരു ശതമാനം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലും ഏകദേശം 40% സ്ത്രീകൾക്കും അവർ അനീമിക്കാണ്. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോജക്റ്റ് നിലനിന്നിട്ടും നമുക്കിതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടി ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ്, കുറച്ചും കൂടി വികേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാം എന്ന ഒരു ചർച്ചയെ തുടർന്ന് നമ്മളൊരു പുതിയ നൂതന പദ്ധതിയിലേക്ക് കടന്നു. HB12 മറ്റത്തൂർ, HB12 മറ്റത്തൂർ എന്ന ഒരു പദ്ധതിയിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ 23 വാർഡുണ്ട്. നമുക്ക് 23 വാർഡുകളിലേക്കും ഹീമോഗ്ലോബിനോമീറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഹീമോഗ്ലോബിനോമീറ്റർ പ്രൊവൈഡ് ചെയ്ത് ഇത്രയും സംഖ്യയുണ്ടല്ലോ, 15,000 ജനസംഖ്യയുണ്ട്. ഓരോ വാർഡിലും ഏകദേശം ഒരു 500 to 600 കുടുംബങ്ങളുണ്ട്, ഫാമിലി ഉണ്ട്.
ഈ 500 കുടുംബങ്ങളുള്ള വാർഡിനെ 10 ക്ലസ്റ്ററാക്കും. ഒരു ക്ലസ്റ്ററിൽ 50 വീടാണുള്ളത്. ആ 50 വീട്ടുകാർക്ക് ആ 50 വീടിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും വീട്ടിലോ അംഗനവാടിയിലോ സാംസ്കാരിക കേന്ദ്രങ്ങളിലോ ഒരു ക്യാമ്പ് വയ്ക്കുകയാണ്. ആ ക്യാമ്പ് വെച്ചിട്ട് ഈ 50 വീട്ടുകാരോട് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും, നിങ്ങളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട്. അത് 50 വീട്ടുകാരെയാണ്. അപ്പോൾ കുടുംബശ്രീ അവർ ആഴ്ചയിൽ ഞായറാഴ്ച കുടുംബശ്രീ സംഘത്തിന് പോകുന്ന അതേ ഒരു ഫീലോടുകൂടി, ഇട്ട വസ്ത്രത്തിലാണെങ്കിൽ നൈറ്റി ആണെങ്കിൽ നൈറ്റി, ആ വേഷത്തിൽ അവർക്ക് പോകാം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ക്യാമ്പ് എന്ന് പറയുമ്പോൾ പകുതി ആൾക്കാരും വരില്ല. അപ്പോൾ ക്ലസ്റ്ററാക്കി ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്റ്റാക്കി അതിനെ മാറ്റി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പേര് അനീമിക് ആയിട്ടുള്ളവർ കണ്ടെത്താൻ പറ്റി. അപ്പോൾ ഇമ്മീഡിയറ്റ് ആണ് റിസൾട്ട് അറിയുന്നത്. നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ റിസൾട്ട് അറിയുകയാണ്, എൻ്റെ HB എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ 3 കാറ്റഗറി ആക്കി നമ്മൾ തിരിച്ചു: റെഡ്, യെല്ലോ, ഗ്രീൻ. അപ്പോൾ തീർത്തും 10 താഴെയുള്ള HB കൗണ്ടുള്ളവരെ നമ്മൾ റെഡ് കാറ്റഗറിയിലേക്ക് അപ്പോൾ തന്നെ ഗൂഗിൾ ഫോമിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. 10 to 12 വരെ ഉള്ളവരെ നമ്മൾ യെല്ലോ കാറ്റഗറിയിലും 12 to എബോവ് ഉള്ളവരെ ഗ്രീൻ കാറ്റഗറിയിലും നമ്മൾ പെടുത്തും. എന്നിട്ട് ഗ്രീൻ കാറ്റഗറിയിലുള്ളവരോട് ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക, ഭക്ഷണക്രമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതും. 10 to 12 നിർബന്ധമായിട്ടും അയൺ ടാബ്ലറ്റും പിന്നെ അതിൻ്റെ കൂടെ ഭക്ഷണക്രമവും ശീലിക്കാനും. 10 താഴെയുള്ളവർക്ക് ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള എമർജൻസി ട്രീറ്റ്മെൻറ്റ് എന്നൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ കടത്തി. ഇതെല്ലാം സൗജന്യമാണ്. അതായത് അവരുടെ ടെസ്റ്റിങ് സൗജന്യമാണ്, ട്രീറ്റ്മെൻറ്റ് സൗജന്യമാണ്, ക്യാമ്പ് സൗജന്യമാണ്. എല്ലാം പഞ്ചായത്തിൻ്റെ ഒരു നൂതന പദ്ധതി എന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് വിഭാവനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് സ്ത്രീകളുടെ ഒരു വലിയൊരു മാറ്റത്തിന്, സ്ത്രീകളുടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു മാറ്റത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മൾ വഹിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതികൾ ആക്റ്റീവ് ആവാനായിട്ടുള്ള നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഓരോ വാർഡിലും അംഗനവാടികൾ കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതിയും അവിടെ വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയും അവിടെ പരിഹരിക്കാൻ പറ്റാത്തത് പഞ്ചായത്ത് തലത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നിരവധി പേർക്ക് നമുക്ക് ജാഗ്രതാ സമിതിയിലേക്ക് കൊണ്ടുവന്ന് സൗജന്യമായിട്ട് നിയമസഹായം നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ. ബാലസഭ, ഇപ്പോൾ ബാലസഭയുടെ ഭാഗമായിട്ട് അവർക്ക് നൈപുണ്യ വികസനം, അവർക്ക് ഇൻബോൺ ആയിട്ടുള്ള കുറേ ടാലൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടാലൻറ്റിനെ കണ്ടെത്തി, ഇപ്പോൾ ചിത്രരചനയാണെങ്കിൽ ചിത്രരചന, ക്രാഫ്റ്റിംഗ് ആണെങ്കിൽ ക്രാഫ്റ്റ്, കഥ എഴുത്താണെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ബാലസഭകൾ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്തു. കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രാമസഭകൾ വെച്ചു. അപ്പോൾ കുട്ടികൾക്ക് എന്താണ്, അപ്പോൾ ആദ്യം തുടക്കത്തിലേക്ക് കുട്ടികൾക്ക് പറയാൻ മടിയാണ്, എന്താണ് ഗ്രാമസഭ, ഞങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് റോൾ എന്നറിയാതിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നിങ്ങൾക്ക് കുറേ അവകാശങ്ങളുണ്ട്, നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയം, നിങ്ങൾ പോകുന്ന യാത്രാ വഴി, നിങ്ങളുടെ പരിസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പഞ്ചായത്ത് ബാധ്യസ്ഥരാണ് എന്ന് ബോധ്യപ്പെടുത്തപ്പോഴാണ് അവർ പല കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് സമ്മതിച്ചത്. അതിൽ പല കുട്ടികളും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഈ ആർത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, അതായത് ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളാണെങ്കിൽ ആർത്തവ സമയത്തൊക്കെ ആൺകുട്ടികളെ ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും, ഇപ്പോൾ ഗ്രൗണ്ടിൽ അവർ PT ടൈമിൽ കളിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്കത് ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു മാസത്തിൽ ഒരു 2-3 ദിവസം ഞങ്ങളുടെ ജെൻഡറിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ആർത്തവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ, പെൺകുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. പിന്നെ അതുകൂടാതെ പൊതു ഇടങ്ങൾ, നമുക്ക് പൊതു കളിക്കളങ്ങളൊക്കെ ഉണ്ട്. ആ കളിക്കളങ്ങൾ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, ഒരു 5 മണിക്ക് ശേഷം നമ്മൾ പൊതു ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൺകുട്ടികളാണ് കൂടുതലും അത് ഉപയോഗിക്കുന്നത്. പെൺകുട്ടികൾ എന്തുകൊണ്ടോ പോകുന്നില്ല. അത് പഞ്ചായത്തോ സർക്കാരോ തടഞ്ഞിട്ടില്ല. അത് കുടുംബപരമായിട്ട് കുടുംബത്തിൽ നിന്നും സൊസൈറ്റി എടുത്തിട്ടുള്ള ഒരു നിലപാടാണ്. 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ കുട്ടികൾ അവിടേക്ക് കളിക്കാൻ പോകേണ്ടതില്ല. പബ്ലിക് ഗ്രൗണ്ടിൽ ഹൈസ്കൂൾ കഴിഞ്ഞാൽ പെൺകുട്ടികൾ പോകേണ്ടതില്ല. അപ്പോൾ ഇവരുടെ ഫിസിക്കലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അവരുടെ ആഗ്രഹങ്ങൾ, അവർക്കൊരു ട്രെയിനിങ് എവിടെയും കിട്ടില്ല. ഒരു ട്രെയിനിങ്ങും അവർക്ക് എവിടെ നിന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ വലിയൊരു ചോദ്യമാണ് ആ കുട്ടികൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അവർക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തുകൊണ്ടാണ് ആ കുട്ടികൾക്ക് അത് പറയാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പദ്ധതിയിൽ വെച്ചിട്ട് മെൻസ്ട്രൽ കപ്പ് എന്നുള്ളൊരു പദ്ധതി നമ്മൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കി. കാരണം മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആർത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം, ഞാൻ ഈ ഒരു പീരീഡിൽ ഇരിക്കുകയാണ്, എനിക്ക് വെള്ളത്തിലിറങ്ങാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരു കോൺഫിഡൻസ്, ഒരു കുറവ് കുട്ടിക്ക് വരരുത്.
ഇത് ഉപയോഗിക്കാൻ ശീലപ്പെടുത്തുക. നമ്മൾ എല്ലാ ദിവസവും ഇരിക്കുന്ന പോലെ ഇരിക്കുക, ഹൈജീനിക്കായിട്ട് ഇരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെൻസ്ട്രൽ കപ്പ് പദ്ധതി നമ്മൾ കൊണ്ടുവന്നു. അതുകൂടാതെ ഉയരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി, അതിപ്പോൾ നമ്മൾ ഈ സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ്. ഉയരെ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ 2ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത്ലറ്റിക്സ്, ഫുട്ബോള്, നീന്തൽ ഇങ്ങനെയുള്ള വിവിധ കായിക ഇനങ്ങളിൽ സൗജന്യമായിട്ട് പരിശീലനം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക. അവിടെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസമില്ല. അവർക്ക് പബ്ലിക്കായിട്ടുള്ള ഗ്രൗണ്ടുകളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു സാധ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു പദ്ധതി നമുക്കിതിൻ്റെ ഭാഗമായിട്ട് അതിന് ഫണ്ട് മാറ്റിവെച്ച് നടപ്പിലാക്കാനായിട്ടുള്ള ആദ്യ ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു, കുട്ടികളുടെ ലിസ്റ്റ് എടുത്തു, ആ ലെവൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുട്ടികളുടെ ഗ്രാമസഭയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമുക്ക് ഒരു പ്രചോദനമാണ്. പിന്നെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചിട്ട്, കാരണം ഇപ്പോൾ അവർ യാത്രാമധ്യയാണെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും അവർക്ക് കുറേ അവകാശങ്ങളുണ്ട്. കടമകൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവകാശങ്ങൾ കൂടി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്കൂൾ തലത്തിലും ഇടപെടാനായിട്ടുള്ളൊരു നിർദ്ദേശം നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒരു കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്? ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇപ്പം ഞാൻ ആദ്യം സ്ത്രീകളുടെ കാര്യം പറഞ്ഞ ഒരു വിഷയം തന്നെയാണ് HB ടോയ്ലറ്റ് മറ്റത്തൂർ. നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ന്യൂ പോളിസിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നമുക്ക് PHC ഇല്ല, നമുക്ക് CHC ആണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. അത് ബ്ലോക്കിൻ്റെ കീഴിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ HR ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. പഞ്ചായത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് മരുന്നുകൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക, മരുന്ന് അവർക്ക് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മരുന്ന് നമ്മൾക്ക് കൊടുക്കുക, അങ്ങനെയുള്ള പ്രൊവൈഡിങ് ആണ്. അപ്പോൾ നമുക്കിവിടെ HR കുറച്ച് കുറവായിരുന്നു, ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഗ്രാമപഞ്ചായത്തിനാണെങ്കിൽ നേരിട്ട് ഡോക്ടേഴ്സിനെ വെക്കാനും പറ്റില്ല. നമുക്കാണ് ഇവിടെ ട്രൈബൽ മേഖലയുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ സർക്കാരിനോട് പ്രത്യേകമായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ഡോക്ടറെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു, ഒരു ഗ്രാമപഞ്ചായത്തിന് CHCയിലേക്ക് HR പ്രൊവൈഡ് ചെയ്യാൻ പ്രത്യേക സർക്കാർ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് നമുക്ക് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് അവർ ആ ഒരു അനുവാദം തരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സ്പോൺസർഷിപ്പ് പരിപാടി കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ലഭിക്കുന്ന ഫണ്ട് മാത്രമല്ല, പുറമേ നിന്നുള്ള ഫണ്ട് കൂടി ആരോഗ്യ മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡയാലിസിസ് രഹിത മറ്റത്തൂർ പഞ്ചായത്ത്, ഇപ്പം നമുക്ക് എവറി കോർണർ, നമുക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏതൊരു കോർണർ എടുത്താലും നമുക്ക് കാണാൻ പറ്റും യുവാവ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ധനസഹായത്തിന്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക സ്ഥിതിയും അവരുടെ സ്വൈര്യ ജീവിതത്തെ ഒക്കെ ബാധിക്കുന്ന രീതിയിലാണ് ഈ വൃക്കരോഗം ആളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് എല്ലാ മാസവും 4000 രൂപ വെച്ചിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് ആ ഫെസിലിറ്റി കിട്ടുന്നതുകൊണ്ടാണ് പ്രൈവറ്റ് ആശുപത്രിയിൽ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം എടുത്തപ്പോൾ അത് 20 പേരായിരുന്നു അതിൻ്റെ ഗുണഭോക്താവ്, പിന്നീട് അത് 25 ഇപ്പോൾ അത് 32 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പുതിയൊരു ആശയം വന്നത്, ഇങ്ങനെ നമ്മൾ പണം കൊടുത്തുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുന്നില്ല, ഡയാലിസിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാതിരിക്കുക, അതിന് നമ്മൾ ഏർലി ഡിറ്റക്ഷനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്യാൻസർ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഡയാലിസിസ് അസുഖങ്ങളായിരിക്കട്ടെ, അത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നേരത്തെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു രോഗി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഡയാലിസിസ് എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കില്ല. അവരുടെ ക്രിയാറ്റിൻ്റെ അളവ്, ജീവിതശൈലി രോഗങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യാവുന്ന ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. എല്ലാ മാസവും ഒരു ക്യാരവാൻ്റെ ഒരു സർവീസ്, ആ ക്യാരവാനിൽ അൾട്രാസൗണ്ട് സ്കാനിങ് 31 പേർക്ക്, ആ വരുന്നവർക്ക് 31 പേർക്ക് എല്ലാ മാസവും സൗജന്യമായിട്ട് ചെയ്യുന്നു. പിന്നീട് ഡെൻ്റൽ OP, ഡോക്ടർ OP സൗജന്യമാണ്. ഷുഗർ, അതുപോലെ തന്നെ ഓക്സിജൻ ലെവല്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്നു. പിന്നെ ലാബിൽ നമ്മൾ എടുക്കേണ്ട പരിശോധനകളൊക്കെ 50%-ലും താഴെ, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചെറിയൊരു വിഹിതം കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് അത് ചെയ്യാനായിട്ടുള്ള സൗകര്യം നമ്മൾ എല്ലാ മാസവും ചെയ്തു കൊടുക്കുന്നു. കൂടാതെ 23 വാർഡിലെയും അംഗനവാടികളിലും ഈ ഒരു സേവനം രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ. അപ്പം എനിക്കൊരു ECG എടുക്കണം എന്ന് വെച്ചാൽ എൻ്റെ അംഗനവാടിയിൽ എനിക്ക് സൗകര്യമുണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത അംഗനവാടിയിൽ ആ സൗകര്യമുണ്ട്. എനിക്ക് ആശുപത്രിയിൽ ടോക്കൺ എടുത്ത് ക്യൂ നിന്ന് പോയി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ECG, പൾസ് റേറ്റ്, ഓക്സിജൻ ലെവൽ, ഇതൊക്കെ നമ്മളെ മന്ത്ലി നമ്മുടെ ബോഡി ഇങ്ങനെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർ അപ്പോൾ സജസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കരുത്,
നിങ്ങൾ ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം നല്ല രീതിയിൽ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ആരോഗ്യ മേഖലയിൽ. പിന്നെ നമുക്ക് ST മേഖലയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ട്രൈബൽ പ്രിമിറ്റീവ് ട്രൈബ്സ് ഉള്ളൊരു മേഖലയാണ്. അവർക്ക് ഈ പറഞ്ഞ മന്ത്ലി മറ്റേ ബോധവൽക്കരണത്തിനും അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റിനുള്ള ഫണ്ടൊക്കെ നമ്മൾ കൊടുക്കുന്നു. പകർച്ചവ്യാധി ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള പ്രത്യേക ഫണ്ട് നമ്മൾ വയ്ക്കുന്നു. അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കിയതാണ്, ട്രൈബൽസിന് വാക്സിനേഷൻ എല്ലാം സൗജന്യമാണ്. പക്ഷെ അവർക്ക് MR വാക്സിൻ നമുക്ക് ഗവൺമെൻറ് ഇതിലില്ല, MR വാക്സിൻ. അപ്പോൾ നമ്മൾ MR വാക്സിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് പുറത്തു പോയ ഇത്തിരി ചിലവും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് അവർക്ക് സൗജന്യമായിട്ട് MR വാക്സിൻ എടുക്കാനായിട്ടുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ഇത്തവണത്തെ പ്രൊജക്റ്റിൽ വെച്ച് വിഭാവനം ചെയ്തിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ നിലവിൽ എന്തൊക്കെ സാധ്യതകളാണ് പഞ്ചായത്തിലുള്ളത്? നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാർഷിക പഞ്ചായത്തിനുപരി ഒരു മലയോര ഗ്രാമം കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അതിരപ്പള്ളി കണക്ഷൻ വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 2 ടൂറിസ്റ്റ് പ്ലേസുകളാണ് ശരിക്കുള്ളത്. ഒരെണ്ണം നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കുഞ്ഞാലിപ്പാറ ടൂറിസം എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു ജഡായു പാറ പോലെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെ അഡ്വഞ്ചർ ടൂറിസമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ടൂറിസം വകുപ്പുമായിട്ടും അതുപോലെ തന്നെ കളക്ടറുടെ സംയുക്ത ഒരു യോഗം കൂടിയിട്ട് ജില്ലാ കളക്ടർ കൃഷ്ണതേജ, പിന്നെ അതുപോലെ തന്നെ MLA, ബ്ലോക്ക് പ്രസിഡന്റ്, ഇവരെല്ലാവരും നമ്മുടെ കുഞ്ഞാലിപ്പാറ സന്ദർശിക്കുകയും അതിനെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തുകയും ഇപ്പോൾ 50 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഘട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരു 50 പേർക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയായിട്ട് കുഞ്ഞാലിപ്പാറ മാറാനായിട്ട് പോവുകയാണ്. കാരണം അവിടെ ഹോം സ്റ്റേ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. പിന്നെ അഡ്വഞ്ചർ ഇപ്പം തന്നെ പല സ്ഥലത്തുനിന്നും ആളുകൾ കുഞ്ഞാലിപ്പാറ കാണാനായിട്ട് വരുന്നുണ്ട്, അവിടെ വേറൊരു സൗകര്യം ഇല്ലാതെ തന്നെ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി അഡ്വഞ്ചർ ടൂറിസം, റോപ്പ് വേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ എത്തുകയും നമ്മുടെ ഒരു പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് നല്ലൊരു മുതൽക്കൂട്ട് കുഞ്ഞാലിപ്പാറ ആകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പഞ്ചായത്തിനുള്ളത്. നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പഞ്ചായത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത്? ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അടിസ്ഥാന പ്രാഥമിക ചുമതലകളിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. നമ്മുടെ സർക്കാർ അത്രയധികം ഇൻവോൾവ്മെൻ്റ് ആണ് ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഇത്രയും വാസ്റ്റ് ഏരിയ, ഒരു 103 ചതുരശ്ര കിലോമീറ്റർ നമ്മുടെ പഞ്ചായത്ത് തന്നെയുണ്ട്. ശരിക്കും ഒരു മുനിസിപ്പാലിറ്റി, ഒരു കോർപ്പറേഷൻ്റെ അത്രയും വലിപ്പമുള്ളൊരു പഞ്ചായത്താണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മുടെ ഇവിടുത്തെ ഹരിതകർമ്മസേന പ്രവർത്തകർ മാത്രം അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും വാസ്റ്റ് ഏരിയയിൽ മാലിന്യ സംസ്കരണം നടത്തുക എന്നുള്ളത് ഒട്ടും എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. കാരണം നമ്മുടെ HR ഇതിൻ്റെ കുറവ് തന്നെയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിക്ക് ആണെങ്കിൽ അതിനുള്ള HR അവർക്ക് അത്രയധികം കൂടുതലുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കതിനുള്ള സ്റ്റാഫ് പാറ്റേൺ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് തുടക്ക സമയത്ത് വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു മാലിന്യ സംസ്കരണം. പക്ഷേ നമ്മളതിനെ ഏറ്റെടുക്കുക ചെയ്തത്. കാരണം മാലിന്യ സംസ്കരണം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ 23 വാർഡുകളിലും നമ്മൾ തുടങ്ങിയപ്പോൾ 10-15% മാത്രമാണ് ആളുകൾ ഈ മാലിന്യ സംസ്കരണത്തിനോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്കത് 60% മുകളിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാ ഗ്രാമസഭകളിലെയും ഒരു അജണ്ട എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണമായിരിക്കും. ഒരു അജണ്ട ഗ്രാമസഭയിൽ ഇത് ചെയ്താലുള്ള ബുദ്ധിമുട്ട്, ഇത് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, അതിനുവേണ്ടി നമ്മൾ മുടക്കുന്ന തുക, നമ്മുടെ സമയം, ഇതൊക്കെ പറഞ്ഞ ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ വലിച്ചെറിയൽ മുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു. അതായത് CCTV ക്യാമറ, പിന്നെ വോളണ്ടിയേഴ്സ്, ഇവരുടെയൊക്കെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്തിൽ അത് വന്ന് പറയുകയും വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടി 1.5 ലക്ഷം രൂപയിലധികം നമ്മൾ ഫൈൻ തലത്തിൽ തന്നെ ഈടാക്കിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇടപെടൽ മൂലം നമുക്ക് വലിച്ചെറിയുന്നത് ഒരു പരിധിവരെ, നമുക്ക് 100% എന്ന് പറയാൻ പരിധിവരെ നമുക്കത് കുറച്ചു നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാലത്ത് ലഹരി മുക്തമാക്കിയത് കുഞ്ഞുങ്ങളിലൂടെയാണ്, പുതിയ തലമുറയിലൂടെയാണ്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ 4 വിദ്യാലയങ്ങളാണുള്ളത്. എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡും കൂടി എടുത്തു കഴിഞ്ഞാൽ 13 വിദ്യാലയങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമുണ്ട്. ഈ 13 വിദ്യാലയങ്ങളുടെ HMമാരെയും നമ്മൾ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് 13 വിദ്യാലയങ്ങളിലും ഹരിതസഭ രൂപീകരിക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. അതായത് കുട്ടികൾ ആർമിയായിട്ട്
മുന്നിലേക്ക് വരികയാണ്. കാരണം കുട്ടികൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു മിഠായി കഴിക്കുകയോ ഒരു ഐസ്ക്രീം കഴിക്കുകയോ ഒരു ലേസ് കഴിക്കുകയോ ചെയ്താൽ അതിൻ്റെ പാക്കറ്റ് അവർ ഒരിക്കലും റോട്ടിലിടരുത് എന്നുള്ളൊരു സന്ദേശം കുട്ടികൾക്ക് കൂടി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മുതിർന്നവരത് ചെയ്താൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മളെടുത്തത്. കാരണം അത് ആ പുതിയ തലമുറ വഴിയേ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ 13 വിദ്യാലയങ്ങളിലും ഹരിതസഭ രൂപീകരിക്കുകയും അവർക്ക് വേണ്ടി ഒരു ഗ്രീൻ കളർ പ്രത്യേകമായിട്ടുള്ള യൂണിഫോമും ക്യാപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർ വളരെ ആക്റ്റീവായിട്ടാണ് സ്കൂളിലും പരിസരങ്ങളിലും ഒരിക്കലും അജൈവ മാലിന്യങ്ങൾ അശാസ്ത്രീയമായി സംസ്കരിക്കില്ല എന്നൊരു പ്രതിജ്ഞ തന്നെ കുട്ടികളെടുത്തിരിക്കുകയാണ്. അവരെല്ലാ സ്കൂളിൻ്റെ റൂമുകളിലും ഫുഡ് വേസ്റ്റിനും പ്ലാസ്റ്റിക് ഇടുന്നതിനും വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ബിന്നുകൾ അവർ തന്നെ കൈകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ കാർഡ്ബോർഡ് പെട്ടികൾ കൊണ്ടൊക്കെ നിർമ്മിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിഠായി കവറുകളൊന്നും സ്കൂൾ പരിസരത്തൊന്നും ഇടാതെ വളരെ വളരെ കൃത്യമായിട്ടാണ് ആ കുട്ടികളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ടൗൺ ക്ലീനിങ്ങിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അവർ പ്ലാസ്റ്റിക്കൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് വേറെ ചാക്കുകളിലൊക്കെ വെച്ചിട്ട് ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിട്ട് കിടന്ന ഇപ്പോൾ വലിയ തോട് ഞാൻ പറഞ്ഞു 13 കിലോമീറ്റർ വൃത്തിയാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഒരു 10 ടണ്ണിലധികം നമുക്ക് വേസ്റ്റ് അതിൽ നിന്ന് മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊതുകിണറുകളൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലും കുപ്പിയൊക്കെ ഇടുന്ന ഒരു ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ നമ്മളെടുത്ത് മാറ്റി ഇപ്പോൾ ഒരു 11ലധികം പൊതുകിണറുകൾ നമ്മൾ വൃത്തിയാക്കി വരികയാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കൊടുങ്ങാച്ചിറ നമ്മുടെ ഒരു ചിറയാണത്. അത് ഏകദേശം ഒരു ഏക്കർ വരും ആ ചിറ ഇതുപോലെ മാലിന്യം നിറഞ്ഞ ആരും പോകാതെ ഇരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അതെല്ലാം വൃത്തിയാക്കി സൈഡൊക്കെ കെട്ടി അതിൻ്റെ മാലിന്യമൊക്കെ നീക്കിയപ്പോൾ കുട്ടികൾ നീന്തൽ പഠിക്കാനൊക്കെ പോകുന്ന ഒരു ടൂറിസം പോലത്തെ ഒരു ഏരിയയായി. അവർ മറ്റേ ചങ്ങാടം പോലെയൊക്കെ കെട്ടി ഉപയോഗിക്കുന്നു. ഈവനിങ്സ് ഒക്കെ വന്ന് ഒത്തുകൂടുന്ന. ഇപ്പോൾ അത് MLA അത് കണ്ട് വളരെ ഇഷ്ടപ്പെട്ട് MLA അതിനൊരു ഈവനിങ് പാർക്ക് പോലെ ആക്കുന്നതിനുള്ള ചുറ്റും ലൈറ്റും ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് കൊടുങ്ങാച്ചിറയെ മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് ഏറെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ പ്രവർത്തനവും വികസനവും ആവശ്യമായിട്ടുള്ളത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇനി പ്രവർത്തനം കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പോൾ അജൈവ മാലിന്യ സംസ്കരണം തന്നെയാണ്. അജൈവ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ FSTP STP പോലെയുള്ള, അതായത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, കക്കൂസ് മാലിന്യ അല്ലെങ്കിൽ ദ്രവ മാലിന്യ സംസ്കരണത്തിൽ ഇനി മറ്റത്തൂർ പഞ്ചായത്ത് എന്നല്ല എല്ലാ പഞ്ചായത്തുകളും തന്നെ മുന്നോട്ട് വരേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഇനി അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് അത് തന്നെയാണ് ദ്രവ മാലിന്യം. കാരണം നമ്മുടെ കുടിവെള്ളങ്ങൾ നമ്മൾ എത്ര സംരക്ഷിച്ച് നിർത്തിക്കഴിഞ്ഞാൽ എടുത്തു നോക്കുമ്പോൾ ഒരു 80% കുടിവെള്ളവും ഇക്കോളി ബാക്ടീരിയ അടങ്ങിയതാണ്. അത് കേരളത്തിലെ മൊത്തം ഉള്ളൊരവസ്ഥയാണത്. അപ്പോൾ അത് നമ്മുടെ ഈ ദ്രവമാലിന്യ സംസ്കരണത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുമാണ്. അപ്പോൾ അതിന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ FSTPയും STPയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വരുമ്പോൾ ജനങ്ങളുടെ ഒരു ആശങ്കയും വെല്ലുവിളിയും ഉണ്ടാവും. ഇത്തരത്തിലൊരു സംസ്കരണ പ്ലാന്റ് ഞങ്ങളുടെ നാട്ടിൽ വന്ന എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അവരെ ബോധവൽക്കരിച്ച് സ്ഥലം അക്യൂർ ചെയ്ത് സ്ഥലം കണ്ടെത്തി നമുക്ക് അങ്ങനെ ഒരു പ്ലാന്റ് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ചലഞ്ചാണ്. പക്ഷെ നമ്മളത് മുന്നോട്ട് പോവുക തന്നെയാണ്. നമ്മൾ ആ പ്രോജക്റ്റ് വെച്ച് നമ്മളിപ്പോൾ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. വെല്ലുവിളികളുണ്ടെങ്കിൽ തന്നെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ദ്രവമാലിന്യ സംസ്കരണത്തിൽ കൂടി നമുക്ക് മുന്നോട്ട് വരണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്. അതാണ് നമുക്ക് മുന്നിലുള്ള ഒരു ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചത് താങ്ക് യു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.